ചൈനയിലും അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചൈനയിൽ കപ്പയൊക്കെ കിട്ടുമെന്ന്. എങ്കിൽ ചൈനയിൽ കപ്പയൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ നമുക്ക് ഷോപ്പിൽ പോയാലൊന്നും കപ്പ കാണത്തില്ല. ഓൺലൈനായിട്ട് നമ്മുടെ നാട്ടിലെ ഫ്ലിപ്കാർട്ട് പോലെ ഇവിടെ പിന്താത്തോ എന്ന് പറഞ്ഞ ഒരു ആപ്പുണ്ട്. അപ്പോൾ അതിലൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ എടുക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരുപാട് ദൂരെയുള്ള പ്രൊവിൻസിൽ നിന്ന് വരുന്ന കപ്പയാണ്. അങ്ങനെ ആദ്യം ഞങ്ങൾ ഓർഡർ ചെയ്തപ്പോൾ കപ്പയ്ക്ക് പകരം കപ്പയ്ക്കിടുന്ന വളമാണ് വന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ വന്ന ഒരു മിസ്റ്റേക്കായിരുന്നു. അതിനുശേഷം രണ്ടാമത് വന്ന കപ്പ നല്ല അടിപൊളി കപ്പ കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കപ്പയേക്കാളും സൂപ്പർ കപ്പയായിരുന്നു. അങ്ങനെ ഞാൻ കപ്പ സെപ്പറേറ്റ് വേവിച്ചു, എല്ല് സെപ്പറേറ്റ് വേവിച്ചു. അത് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അതിനെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അതിനുശേഷം ഇതുപോലെ വേവിച്ച കപ്പ എല്ലിലോട്ടിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നതാണ് എല്ലും കപ്പയും. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനവും ഈ ഒരു എല്ലും കപ്പയും. ഒരുപാട് കാലമായിട്ട് മിസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. അങ്ങനെ ഫൈനലി ഞാനത് കണ്ടുപിടിച്ചു. അപ്പോൾ അവിചാരിതമായിട്ടൊരു മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടതാണ്. നല്ല മുഴനെഞ്ചായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എല്ലും കപ്പയും വന്നു. ലാസ്റ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നെ ഒരു യൂട്യൂബ് ചാനൽ അന്നു ജോൺസൺ എന്ന് പറഞ്ഞ ആൾ എല്ലാ ദിവസവും കൊതിപ്പിച്ചുകൊണ്ടിരിക്കും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട്. അത് കണ്ട് എനിക്ക് കൊതിമുത്ത്. അങ്ങനെ ഞാനും ഫൈനലി ചൈനയിൽ എല്ലും കപ്പ ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും അടിപൊളി എല്ലും കപ്പയായിരുന്നു. ഇനി ചൈനയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എല്ലും കപ്പയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ എല്ലും കപ്പ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് കമൻറ്റായിട്ട് എഴുതണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.